കേരള ഡിലൈറ്റ്സ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. ടൊർട്ടോള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ടൊർട്ടോള എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ടെക് ട്രാവലേറ്റ് വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ ടൂർ. അങ്ങനെ നമ്മൾ ഇന്ന് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറഞ്ഞ അടുത്ത രാജ്യത്തേക്ക് പോവുകയാണ്. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ബ്രിട്ടീഷ് ടെറിട്ടറിയാണ്, അതുകൊണ്ട് രാജ്യം ഒന്നും കൂട്ടാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ കൺട്രി. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ ലൂയിസ് മനസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് നമ്മുടെ പോർട്ടോറിക്കോ എന്ന് പറയുന്ന അമേരിക്കയുടെ ടെറിട്ടറി. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് തന്നെ മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണ് കേസ്. ഇവിടെ ഫുൾ ഇങ്ങനെയാണ് ടെറിട്ടറി, അതായത് രാജ്യമാണോ ടെറിട്ടറി ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും നമ്മളിവിടെ നിന്ന് ഇന്റർ കരീബിയൻ്റെ ഒരു വിമാനത്തിലാണ് പോകുന്നത്. അസ് യൂഷ്വൽ ഇന്റർ കരീബിയനാണ് ഇവിടുത്തെ ഐലൻഡ് ടു ഐലൻഡ് മിക്ക സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇത് ഇവിടെ US മെയിൻലാൻഡിലേക്ക് ഉള്ള ഫ്ലൈറ്റ്സിൻ്റെ ടെർമിനൽ ആണിത്. ഇവിടെ US മെയിൻലാൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും ID ചെക്കും ബാക്കിയുള്ള പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് US പോകുമ്പോഴത്തേക്കിനും ഡൊമസ്റ്റിക് ആണല്ലോ. അപ്പം US മെയിൻലാൻഡിലേക്ക് പോകുന്ന ആൾക്കാർ ബാഗൊക്കെ പരിശോധിക്കണം. അതായത് ബാഗിൽ എന്തെങ്കിലും അഗ്രികൾച്ചറൽ മീറ്റ് പ്രോഡക്ട്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്, ഈ ഐലൻഡിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരിക്കാൻ വേണ്ടി. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് നമ്മുടെ വിമാനത്തിൻ്റെ ചെക്കിൻ കൗണ്ടർ. അതിൽ മൂലക്കായിരിക്കും. അങ്ങനെയാണല്ലോ ഇന്റർ കരീബിയൻ്റെ പരിപാടി. പോയി നോക്കട്ടെ. സാധാരണ രീതിയിൽ ഇന്റർ കരീബിയൻ കാണുന്നത് ഒറ്റ കൗണ്ടർ ഏറ്റവും മൂലക്കായിട്ട് കണ്ടില്ലേ, അതാണ് സംഭവം. അതങ്ങനെയാണ്, കാരണം ചെറിയ വിമാനമായിരിക്കും, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ഞാൻ ഒത്തിരി നേരത്തെയാണ് കേസ് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇന്റർ കരീബിയൻ്റെ ഞാനിപ്പോൾ പോകാനുള്ള ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിലേക്കുള്ള ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽഡ് ആയിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് അറിയത്തില്ല. അവർ വിമാനത്തിൻ്റെ ഷെഡ്യൂൾഡ് ടൈമിന് 2 മണിക്കൂർ മുന്നേ അവരിവിടെ വരുള്ളൂ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഒന്ന് നോക്കാം. ഇക്കാടെ പേരുണ്ടല്ലേ, കസീത്ത കിക്വെത്ത്. കസീത്ത കിക്വെത്ത് എന്ന് പറയുന്നത് ഇവരുടെ കരീബിയൻ സ്നാക്സ് വയ്ക്കുന്ന ഒരു കടയാണ്. അതിനകത്ത് ടാക്കോസ് പോലത്തെ ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ പരിപ്പട, സമോസ, പപ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഇവിടുത്തെ കുറച്ച് സ്നാക്സ് ഉണ്ട്. അങ്ങനത്തെ സ്നാക്സ് വയ്ക്കുന്ന കടയാണിത്. ഇതാണ് ഇവരുടെ പല ടൈപ്പ് റോളെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ കട്ട്ലറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മീറ്റ് റോളൊക്കെ ഇല്ലേ, അതേപോലെ സാധനം പോലെ ഇരിക്കുന്നു. ഇത് വേറെന്തോ സാധനം ഉണ്ടല്ലേ. ഓൺലി ദിസ്. വാട്ട് ഈസ് ദിസ്? Pizza with cheese and sauce. Cheese and sauce, okay. That So, one is ground beef and potato. okay, so I need one chicken. One chicken? Yeah. Oh, I like your ID card with a lot of badges. Oh, that's nice. So you have a collection of badges. Yeah. Nice. Do you need it? No, thanks. I'm good. Napkin is over here. Yeah, thank you. Have a nice day. ഒരു ചെക്കിൻ കൗണ്ടർ ഓപ്പൺ ആക്കുന്നവരെ നമുക്ക് ഇത് എവിടെയും പോലും കഴിക്കാം. ഇതാണ് ഇവരുടെ ടാക്കോഡി പൗലോ എന്ന് പറഞ്ഞ സാധനം. ഇതിന് $6 ഈ സാധനത്തിൻ്റെ വില. എയർപോർട്ട് ആയതുകൊണ്ടാണ് പുറത്തത്രയും വിലയില്ല. ഇത് ഭയങ്കര ക്രിസ്പി ഐറ്റമാണ്. ഇതൊക്കെ ഇവരുടെ ഈ കരീബിയൻ സാധനമാണ്. എല്ലാം ഇങ്ങനത്തെ എന്താ ആൽക്കൊഴുപ്പ് എണ്ണ മുക്കി വറുത്ത അൺഹെൽത്തി ഫുഡാണ് ഇവരുടെ മെയിൻ സംഭവങ്ങൾ. പബ്സ് ക്രിസ്പി ആയ എങ്ങനെ ഉണ്ടാവും അതേപോലെ. അത് ചിക്കൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, അറിയത്തില്ല, നോക്കണം. സോ അങ്ങനെ ബാഗ് ചെക്ക് ഇൻ ചെയ്തു, ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ പോകാൻ പോകുന്നു BVI അല്ലെങ്കിൽ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്. വെൽക്കം ബാക്ക് ടു ദ ഡ്യൂട്ടി ഫ്രീ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഡ്യൂട്ടി ഫ്രീ ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെ ഇപ്പം ഓരോ ദിവസവും എത്ര ഡ്യൂട്ടി ഫ്രീകളിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയാവും. അതുപോലെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യല്ലേ. അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിനകത്തേക്ക് വന്നു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളെല്ലാം കടന്ന് അകത്ത് കയറി വന്നു. ഭയങ്കര വലിയ എയർപോർട്ടാണ്, പക്ഷേ വിജനമാണ്. അതെന്തെന്നറിയില്ല, മേ ബി രാവിലെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും വിമാനങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെയും മറ്റേ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്തുണ്ടല്ലോ, ഇവർ മറ്റേ ഇങ്ങനെ കൈ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എക്സ്റേ. അതിനകത്തൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ അവർ എന്നെ പിടിച്ച് മാറ്റി നിർത്തി ടാപ്പ് ചെയ്യും. എന്താണെന്നറിയില്ല, എൻ്റെ മേ ബി എന്താ സംഭവം എന്നറിയില്ല. എന്നെ പിടിച്ച് ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ രഹസ്യ ഭാഗങ്ങളിൽ സ്പർശിച്ച് നോക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. അതായത് ഫ്രണ്ടും ബാക്കും. അത് അവർ ചോദിക്കും, നമ്മളിവിടെ നിർത്തി ചെയ്യണോ പ്രൈവറ്റായിട്ട് ചെയ്യണോ എന്ന് ചോദിക്കും. അവിടെ നിർത്തി ചെയ്യാം, അതിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അവർ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല.
ഇത് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു എയർക്രാഫ്റ്റ് ആണ്. ഫ്രണ്ടിയർ എന്ത് വലിയ എയർപോർട്ടാണെന്ന് അറിയോ പണിതിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ കയ്യിലല്ലേ, എനിക്കൊന്ന് കരീബിയൻസിലെ കരീബിയൻ രാജ്യങ്ങളിലെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടാണ് നമ്മളിപ്പോൾ ഉള്ള സാൻ ഉവാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ ഒരു എയർപോർട്ട്. സാൻ ഉവാൻ എയർപോർട്ടാണ് കരീബിയൻ രാജ്യത്തെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട്. സെക്കൻഡ് ബിസിയസ്റ്റ് എയർപോർട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന പുണ്ട കനയിലെ പ്രൈവറ്റ് എയർപോർട്ട്. അതുള്ളതല്ലേ ആ വണ്ടി. ഇത് ഇത്രയും ഈ സാധനങ്ങളൊക്കെ വേണം ജീവനക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. അടിപൊളി. നടക്കണ്ടല്ലോ ഈ പോയപ്പോരെ. ദൂരെ ഒരാൾ നടന്ന് പോകുന്ന കണ്ടോ, അങ്ങോട്ടേക്ക് പോകണം എനിക്കിപ്പം ഫ്ലൈറ്റ് കയറാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് കുറേ ദൂരം അങ്ങോട്ട്. എന്തോന്നറിയാം ഇത് ആന എയർപോർട്ട്. ഞാനിപ്പോൾ CD എന്നും പറഞ്ഞിട്ട് സെക്ഷനിലാണ് ഉള്ളത്. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് AB എന്നും പറഞ്ഞുകൊണ്ട് വേറെ സെക്ഷനുണ്ട്. ഞാനിപ്പോഴും ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി യാതൊരു പ്ലാനും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞാനവിടെ ഇന്ന് ഒരു രാത്രിയേ ഉള്ളൂ. ഞാനവിടെ ഒരു രാത്രി 2 പകൽ. ഇന്ന് ഫുൾ ഡേ എനിക്ക് അവിടെ കിട്ടും. നാളെ ഉച്ച വരെയുള്ള സമയം കിട്ടും എനിക്ക്. അത്രയും ടൈമാണ് എനിക്ക് നാളെ എനിക്ക് ആ രാജ്യത്ത് കിട്ടുന്നതാണ്. അത് മതി, അത്രേ ഉള്ളൂ. ഒരറ്റം പോലെ മറ്റേ അറ്റം വരെ 20 കിലോമീറ്ററേ ഉള്ളൂ. മറ്റൊരു ഫ്രണ്ടിയറിൻ്റെ വിമാനം ഇവിടെ കിടക്കുന്നുണ്ടോ. ഹഡ്സൺ ബോഗ് ടേർട്ടിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്താണെന്നറിയില്ല. വീണ്ടും വിജനമായിട്ടുള്ളൊരു സ്ഥലത്തെത്തി. ഈ ഒരു സംഭവം കണ്ടോ, ഇതിപ്പോൾ പല എയർപോർട്ടുകളിലും വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് പെറ്റ്സ് ഏരിയ. അതായത് ഈ പട്ടികളായിട്ട് അല്ലെങ്കിൽ പട്ടിയും പൂച്ചയൊക്കെയായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് പെറ്റ്സിനെ കൊണ്ടുവന്ന് അപ്പിടിക്കാനും അതേപോലെ തന്നെ അവർക്ക് വെള്ളം കൊടുക്കാനൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അപ്പിടിക്കാനുള്ള പരിപാടി ഇവിടെ അപ്പിടിക്കാൻ പറ്റില്ല. അതിന് വേണ്ട സാധനങ്ങളൊക്കെ അവർ കൈ കൊണ്ട് നടക്കണം, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ പെറ്റ് ടോയ്ലറ്റുകൾ, ഇത് പെറ്റ്സിന് വെള്ളം കൊടുക്കുന്ന സ്ഥലം, പെറ്റ്സിനെ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പല എയർപോർട്ടുകളിലും വളരെ കോമൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഏറ്റവും പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഇസ്താൻബുൾ എയർപോർട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇസ്താൻബുൾ എയർപോർട്ട് ടർക്കിഷ് എയർലൈൻസുമാണ് ഏറ്റവും പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എയർലൈനും എയർപോർട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1-2 വീഡിയോസും കണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിലെ എയർപോർട്ടിൻ്റെ പേര് കണ്ടോ, ടൊർട്ടോള എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ടെറൻസ് ബി ഇൻലെറ്റ്സം ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എയർപോർട്ട് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയാമോ, ബീഫ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ബീഫ് ഐലൻഡ്. ഇവിടെ റീൽ എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കണ്ടോ. ഇവര് ആക്ച്വലി റീൽ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ല, എയർപോർട്ടിൽ ബഹളമാണ്. ഇത് നമ്മൾ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയായിരിക്കും പറയുന്ന ആൾക്കാർ. ഇന്ത്യക്കാർ സിവിക് സെൻസ് ഇല്ലാത്തവരാണ്, ഇങ്ങനെയാണെന്ന് പറയും. ഇവർ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിലേക്ക് പോകാനായിട്ട് ഉള്ള ആൾക്കാരാണ്. ഏതോ ടീമിൻ്റെ ആൾക്കാരാണ്. ഒന്നുകിൽ അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരാണ്. അവരിവിടെ റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ, ചാടി ബഹളം ഉണ്ടാക്കി. കണ്ടല്ലേ, ഇതിപ്പം ഇതാണ് സംഭവം. അതായത് ഇതിപ്പോൾ ഇന്ത്യക്കാർ കാണുന്നുണ്ടെങ്കിൽ അയ്യോ സംഭവം അങ്ങനെയാണ്, മറിച്ചാണ്. ഇവർ ചെയ്താൽ കുഴപ്പമില്ല അല്ലേ. ഇവിടെ ഒരു ഷൂസിൻ്റെ മേളിൽ ക്യാമറ വെച്ചിട്ട് എല്ലാവരും കൂടെ ഓടിച്ചാടി റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോർഡിങ് എന്തായോ ആവോ. എനിക്ക് ഇതിനകത്തിരുത്തിട്ട് തണുത്തിട്ട് വയ്യ. ഞാനവിടെ നിക്കറെടുപ്പിട്ടിരിക്കുന്നത്, തണുത്തിട്ട് വയ്യ. ഭയങ്കര തണുപ്പ് അതിനകത്ത്, ഭയങ്കര തണുപ്പ്. ഞാൻ 2 പോയി മുട്ടിച്ചിട്ടുണ്ട്. പൈലറ്റുമാർ വിമാനത്തിൽ കയറാൻ പോകുന്നതുണ്ടോ നോക്കി. ഈ കിടക്കുന്ന കുഞ്ഞു സാധനങ്ങൾ കണ്ടോ, ഇതൊക്കെയാണ് വിമാനങ്ങൾ. കേപ്പ് എയർ. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഒരു ഐലൻഡിലേക്ക് പോകുന്ന സാധനങ്ങളാണ്. അവർ വിമാനത്തിൽ കയറുന്നത് എനിക്ക് പുറകെ കൂടെ വന്നാൽ കയറുന്നത് കണ്ടോ. എംബ്രയർ 120 ബ്രസീലിയ വിമാനമാണിത്, ഇന്റർ കരീബിയൻ. ഇതിലാണ് നമ്മൾ പോകുന്നത്. എംബ്രയർ 120 ബ്രസീലിയ. ബ്രസീലിൽ എംബ്രയർ എന്ന് പറയുന്ന ബ്രസീലിൻ്റെയാണ്. ഇത് കൊള്ളാലോ. നമ്മുടെ KSRTC ഉണ്ടല്ലോ കുറേ പേരിക്കല്ലേ, കുറേ ബാത്റൂമൊക്കെ ഉണ്ട്. ഇത് കൊള്ളാലോ, എമർജൻസി റൂം. അടിപൊളി. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് കൊള്ളാല്ലേ പരിപാടി. ഇതുണ്ട്, ഇതാണ് ഏറ്റവും സ്പേസ് ഉള്ള സീറ്റ്. എമർജൻസി എക്സിറ്റ് റൂം. അവിടെ അടിപൊളിയായിട്ടിരിക്കാൻ പറ്റും. ലെഗ് സ്പേസ് ഒന്നുമില്ല, തീരെ ലെഗ് സ്പേസ് ഇല്ല. കണ്ടല്ലേ, ഇത്ര ഉള്ള ലെഗ് സ്പേസ് കണ്ടോ. ബാഗ് ഇവിടെ കട്ടപ്പറ്റി കഷ്ടിങ്ങനെ വെക്കാം, എല്ലാം മേളിൽ വെക്കണം. ബാഗിൽ എൻ്റെ ബാഗ് പോലും ഇരിക്കത്തില്ല, ചെറിയ സാധനമാണ്. അത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അത് മറ്റേ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ, തുറക്കാണ്ടിരിക്കാൻ വേണ്ടി. നമ്മൾ ശരിക്കും ടാർമാക്കിലൂടെ നടത്തിയാ കൊണ്ടുവന്നത്. പഴയ ഫ്ലൈറ്റ് കേട്ടോ, പഴയ എയർക്രാഫ്റ്റാണ്. പഴയതെന്ന് പറഞ്ഞാൽ 39 വർഷം പഴക്കമുള്ള വിമാനമാണത്. 39 വർഷം പഴക്കമുള്ള വിമാനം കഴിച്ചു. അത് ഫുള്ളാണിന്ന്. സാധാരണ ഇവരുടെ വിമാനങ്ങളൊന്നും ഫുള്ളാവാത്തതാണ്. ഇന്ന് മറ്റേ മറ്റേ സ്പോർട്സ് ടീം ഉള്ളതുകൊണ്ടാണ് ഈ വിമാനം ഫുള്ളായി പോകുന്നതില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിൽ ഒരു 10 പേര് താഴെ മാത്രമേ കാണുള്ളൂ. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമുണ്ടല്ലോ, അത് UK സ്ഥലമാണ്, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്. നമ്മളിപ്പോൾ ഉള്ള ഈ സ്ഥലമുണ്ടല്ലോ, അമേരിക്കയുടെ സ്ഥലമാണ്, പോർട്ടോറിക്കോ.
അപ്പം അമേരിക്കയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ യു കെയിലേക്കാണ് പോകുന്നത്. അമേരിക്കയിൽ നിന്ന് യു കെയിലേക്ക് കേവലം 25 മിനിറ്റ് വിമാനത്തിൽ യാത്ര ചെയ്താൽ എത്തും. അതാണ് പോർട്ടോറിക്കോ ടു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്. ഇനി ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിന് അപ്പുറത്ത് US വെർജിൻ ഐലൻഡ്സ് ഉണ്ട്. ആ സ്ഥലം അമേരിക്ക ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് $25 മില്യൺ കൊടുത്ത് പണ്ട് വാങ്ങിച്ചതാണ്. ആ സ്ഥലത്തുനിന്ന് ബോട്ടിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് യു കെയിലേക്ക് പോകാൻ പറ്റും. എന്തല്ലേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. പലതും മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ലോകത്ത് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്തോരം സ്ഥലങ്ങളാണ് നമ്മൾ ഇനി കാണാൻ കിടക്കുന്നത്. ഈ 25 മിനിറ്റ് നീളമുള്ള ഈ യാത്രയ്ക്ക് ടിക്കറ്റ് ചാർജ് എത്രയാണെന്നറിയാമോ? ഏകദേശം 17,000-18,000 രൂപ. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ടിക്കറ്റൊക്കെ. ഫ്ലൈറ്റ് നിരക്കെല്ലാം, കാരണം ഫ്ലൈറ്റേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. കാണുമ്പോഴത്തേക്കിനും നോക്കി നമ്മൾ വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ US വെർജിൻ ഐലൻഡ്സിൻ്റെ ഐലൻഡ് കണ്ടിരുന്നു. കുറച്ചേ ഉള്ളൂ, നമ്മളെത്തി. നമ്മൾ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ കണ്ടു തുടങ്ങി. ചെറുതും വലുതുമായിട്ടുള്ള 60 ദ്വീപുകൾ അടങ്ങിയ ഒരു രാജ്യമാണ് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതിൽ 5-6 ദ്വീപുകളിലെ ആൾക്കാർ താമസമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആൾത്താമസം ഇല്ലാത്ത ദ്വീപുകളാണ്. കുലുങ്ങിയാ പോകുന്നത്. എൻ്റെ പൊന്ന് ഇതേ പോകുന്നു. താഴെ ആൾക്കാരുടെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം. പക്ഷെ എൻ്റെ പൊന്നു അടിപൊളി. പക്ഷെ എൻ്റെ ദൈവം എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് ശരിക്കും ഐലൻഡിൻ്റെ അങ്ങേ അറ്റമാണ്. ഇത് നമ്മൾ ഐലൻഡിൻ്റെ അങ്ങേ അറ്റത്താണ് നമ്മുടെ എയർപോർട്ട്. നമ്മൾ ഇന്ന് താമസിക്കുന്നത് ഐലൻഡിൻ്റെ ഇങ്ങേ അറ്റത്താണ്. ഈ ഐലൻഡിൻ്റെ ഒരറ്റം പോലെ അങ്ങേ അറ്റം വരെ നമുക്ക് ഏരിയൽ ടൂർ നടത്തി കണ്ടിട്ട് നമ്മൾ ലാൻഡ് ചെയ്യുള്ളൂ. ശരിക്കും ഐലൻഡ് മൊത്തത്തിൽ നമുക്ക് കാണാം. ഇത് നമ്മൾ നേപ്പാളൊക്കെ പോയ പോലെ തന്നെ ആ മലയൊക്കെ കണ്ട് അതിനടുത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ. അതിനിടയ്ക്ക് അവിടെ ഒരു ക്വാറി ഉണ്ട്. ക്വാറി കൊള്ളാം കേട്ടോ, സെറ്റപ്പ് അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ടൗൺ. ടൊർട്ടോലയുടെ മെയിൻ ടൗണിലേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. ആ കാണുന്നത് കണ്ടോ, അവിടെ ഒരു ഷിപ്പ് യാർഡും പിന്നെ അവരുടെ പോർട്ട്, ബാക്കിയുള്ള സംഭവങ്ങളും ഗവൺമെൻറ് ഓഫീസുകളെല്ലാം കാണാൻ സാധിക്കും. നമ്മളിത് ഇങ്ങോട്ടേക്കൊക്കെയാണ് വരാൻ പോകുന്നത്. അടിപൊളി എന്തല്ലേ ഒരു ഐലൻഡ്, ഒരു രാജ്യം മൊത്തം കാണാൻ നമുക്ക്. കണ്ടോ ഈ ഐലൻഡിൻ്റെ ഷേപ്പ് കണ്ടോ. ഇത് ഫ്ലാറ്റ് ലാൻഡേ അല്ല, ഇത് മൊത്തം മലയാണ്, കുന്നും മലയുമാണ്. ഇത് മൊത്തം കുന്നും മലയുമാണ്. ഈ രാജ്യത്ത് ആകെ 30,000 ആളുകൾ മാത്രമേ താമസമുള്ളൂ. അത്രയും ആളുകൾ മാത്രം, അതായത് 1 കിലോമീറ്ററിൽ 250 ആളുകൾ. അതാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ബീഫ് ഐലൻഡ് എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ഐലൻഡ് ഉണ്ട്, ബീഫ് ഐലൻഡ്. ആ ബീഫ് ഐലൻഡിലാണ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ ബീഫ് ഐലൻഡിലെ എയർപോർട്ടിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എൻ്റെ അമ്മോ ഇത് നോക്കണേ, എൻ്റെ ദൈവമേ. We have just landed at the Terranceville Lexom International Airport. ഇതാണ് എയർപോർട്ട്. ഇത്ര ഉള്ള എയർപോർട്ട് കേട്ടോ. ഇവിടെ ചെറിയ വിമാനങ്ങൾ മാത്രമേ ലാൻഡ് ചെയ്യുള്ളൂ, വലിയ വിമാനങ്ങളൊന്നും ലാൻഡ് ചെയ്യില്ല. അങ്ങനെ വെൽക്കം ടു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്. അടിപൊളി. ടൊർട്ടോള എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ടൊർട്ടോള ഇന്റർ കരീബിയൻ ആണ് ഇവിടുത്തെ ഐലൻഡ് ഹോപ്പർ വിമാനം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഐലൻഡുകളിലേക്കെല്ലാം പോകുന്ന വിമാനം ഇന്റർ കരീബിയൻ. എല്ലാവരും ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞ്, എന്നിട്ട് ഒരുമിച്ച് അവർ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൊണ്ടുപോകും. ഇവരുടെ ഫോട്ടോ എടുപ്പും പരിപാടിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇവരെന്തോ പരിപാടിക്ക് വേണ്ടി വന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്. എന്തോ സ്പോർട്സിൻ്റെ എന്തോ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അവരില്ലായിരുന്നെങ്കിൽ ഈ ഫ്ലൈറ്റ് കാലിയായിരുന്നു. ഇത് കണ്ടോ, വിമാനത്തിൻ്റെ തൊട്ട് മുമ്പിലൊക്കെ പോയി തൊള്ളാം നമുക്ക്. കണ്ടില്ലേ എന്നൊക്കെ പരിപാടിയാണെന്ന് നോക്കിയേ. അടിപൊളിയാ സെറ്റപ്പ് കേട്ടോ. ഇത് നമ്മുടെ ബാഗാണ് ആ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് ഇന്റർ കരീബിയൻ്റെ വേറെ ഒരു വിമാനം. ഇത് ATR ആണെന്ന് തോന്നുന്നു. ATR ആണ്. വെയിറ്റിംഗ് ഫോർ കാർ. ഞാനിവിടെ പുറത്തിറങ്ങി വന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ഇമിഗ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് ഐലൻഡിൽ പോയാലും ഇമിഗ്രേഷൻ ഉണ്ട്. ആ കാര്യം ഞാൻ പറയാം. 10:51 AM. ഓക്കെ, ദിസ് എ കാർ.
Yes. So while coming back, should I park it in the same place? Yes. Or if you do. Alamo anywhere. Fill, you just park it to the nearest parking close to this. And give the key to the counter? Inside. Okay. What time you return again? By 3 or something. I mean 2:33, yeah. Someone will be there. Yeah, So okay. you just bring it inside, okay? Okay. Need some help? Yeah. I'll keep it, yeah. Good. Yeah. That's it, right? Confirm the gas for me. Oh, yeah. I'll have to let you out the gate as well. You have to? Yeah. Else you won't get out. Oh, really? Okay. Seems a lot. A lot of procedure and you are the only one here. Oh, Short staff. that's okay. Oh, that's all okay. And Been here before? no, first time. Where are you staying? I'm staying in the other part of the island. Yeah. So we drive on the left, okay? Drive on the left. The steering is on the left, yes. Okay, that's strange. That's confusing. എൻ്റെ അമ്മ അതെന്തോന്നടേ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കണം. അടിപൊളി. ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റിട്ട് ഇവൻ നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നത് വരെ അവൻ ഇവിടെ പണിയാ. അവിടെ എത്ര ആൾക്കാർ വെയിറ്റിംഗ് ആണെന്നറിയോ? ഇത് ഏത് വണ്ടി ചെയ്ത് ടൊയോട്ടയുടെ ഏതൊരു വണ്ടിയാ. പക്ഷേ എനിക്കിത് എയർപോർട്ടൊക്കെ ഒന്നും മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ. അത് കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കിനും എയർപോർട്ടിലെ വീഡിയോ ഒക്കെ എടുക്കാം. ഇത്രേ ഉള്ള എയർപോർട്ട്, ചെറിയ കുഞ്ഞ് എയർപോർട്ടാണ്, വളരെ ചെറിയൊരു എയർപോർട്ട്. ഇത് എന്താ പറയാ, കുഞ്ഞ എയർപോർട്ട്. എന്നൊക്കെ പരിപാടിയാന്ന് എനിക്ക് എക്സിറ്റ് എൻ്റർ മുടിഞ്ഞ ചൂടാട്ടോ, ഭയങ്കര ചൂടാണ് ഇവിടെ. ഞാൻ ഈ ഇടത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഇടത് വശത്തൂടെ വണ്ടി ഓടിക്കണം. ഈ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാഫ് വന്നിട്ട് നമ്മളെ എക്സിറ്റ് എടുപ്പിച്ച് വിടണം, എന്നിട്ട് വേണം അവൻ തിരിച്ചകത്തോട്ട് പോകാനായിട്ട്. ആകെ ഇത് മൊത്തം സാമട്ട് സ്ഥലം കേട്ടോ ഇത് കംപ്ലീറ്റ്. താങ്ക് യു, ബൈ. പക്ഷെ എൻ്റെ അമ്മേ ഒന്നും പറയണ്ട, എനിക്കൊരു ഐഡിയ ഇല്ല. മാപ്പ് ഇടാനുള്ള സമയം പോലും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മളെത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് വെർജിൻ. ഇതെങ്ങനെ ഇതിൻ്റെ സൗണ്ട് കുറയ്ക്കണേ? ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ വണ്ടി ഞാൻ ഈ ദ്വീപിലാകെ കുറച്ച് സമയമുള്ളൂ, വളരെ കുറച്ച് സമയം ഞാൻ ഈ ദ്വീപിലുള്ളൂ. അതായത് ഇന്നിപ്പോൾ സമയം 12 മണിയായി, 12 മണിക്ക് എത്തണ്ട, 12 മണിയായി. നാളെ വൈകിട്ട് 4 മണിക്കാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഇവിടെ നിന്നുള്ളത്. ഓക്കെ, നാളെ വൈകിട്ട് 4 മണിക്ക്. അപ്പോൾ അത്ര സമയമുള്ളൂ. അത്ര സമയത്തേക്ക് ഈ വണ്ടി എടുത്തപ്പോഴത്തേക്കിന് ശരിക്കും 2 ദിവസത്തെ റെൻ്റൽ കൊടുക്കണം. 2 ദിവസത്തെ റെൻ്റൽ വിത്ത് ഇൻഷുറൻസ് $150, $150. പിന്നെ ഇവിടെ താമസിക്കാനായിട്ട് റൂം ബുക്ക് ചെയ്തത് $100. അപ്പോൾ മൊത്തം $250 ഓൾറെഡി ഈ ഒറ്റ ദിവസത്തേക്ക് ഈ ഒരു ഐലൻഡിലേക്ക് ചിലവാക്കേണ്ടി വന്നു. മിനിമമാണ്, ബേസിക് മിനിമമാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് നേരെ നമ്മൾ ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. ഇതൊരു രാജ്യമല്ലെങ്കിൽ പോലും ഇവിടെയുള്ള എല്ലാ ദ്വീപുകളിലും കയറുമ്പോഴത്തേക്കിനും ഇമിഗ്രേഷൻ പരിപാടികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാമ്പ് അടിച്ച് കിട്ടും ഗൈസ്. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ഏതൊക്കെ സ്ഥലത്തെ കിട്ടിയെന്ന് അറിയാം ഇപ്പോൾ സ്റ്റാമ്പ്. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് കിട്ടി, പിന്നെ ജിബ്രാൾട്ടർ കിട്ടി, ബർമുഡ കിട്ടി, ടാക്സ് ആൻഡ് കൈക്കോസ് കിട്ടി. ബ്രിട്ടീഷിൻ്റെ ഓവർസീസ് ടെറിട്ടറീസും മിക്കതും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കസ്റ്റംസിൻ്റെ അവിടെ ഒരു ഇമിഗ്രേഷൻ ഒരു ഫോം നമ്മൾ ഓൺലൈൻ ഫില്ല് ചെയ്യണമായിരുന്നു. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും എൻവയോൺമെൻറ്റൽ ആൻഡ് ടൂറിസം ലെവി എന്നും പറഞ്ഞുകൊണ്ട് ഒരു $10 നമ്മുടെ നിന്ന് വാങ്ങിക്കും. അത് നിർബന്ധമാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ. ചില രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും $100 വരെയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ വിസ റിക്വയർമെന്റ് എന്ന് പറയാനായിട്ടില്ല. നമുക്ക് US വിസ ഉള്ളവർക്ക് ഇവിടെ വേറെ വിസയും കാര്യങ്ങളൊന്നും വേണ്ട. ആകെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് മാത്രം, ഇവിടെ നിന്ന് നെക്സ്റ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിൻ്റെ ടിക്കറ്റ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി, വേറെ സംഭവങ്ങളൊന്നുമില്ല. സോ അങ്ങനെ നമ്മൾ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ബ്രിട്ടനിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്ത ഏക ബ്രിട്ടൻ്റെ ടെറിട്ടറി ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചെറിയ വിമാനങ്ങൾ മാത്രമേ ഇറങ്ങുള്ളൂ. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് ഞാൻ ഫ്ലൈറ്റുകളാണെന്ന് നോക്കിയിട്ട് കണ്ടില്ല. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത എൻ്റെ ഒരു ഐഫോണിൻ്റെ കേബിള് ഞാൻ മറ്റേ വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഐഫോണിൻ്റെ കേബിളെന്ന് പറയാൻ പറ്റില്ല, അത് ആക്ച്വലി ഐപാഡിൻ്റെ കേബിളായിരുന്നു. അതായത് ഇതുപോലത്തെ ഒരു കറുത്ത കേബിൾ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കേബിൾ. അത് ഐപാഡിൻ്റെ കൂടെ കിട്ടുള്ളൂ ആ കേബിള്. പണ്ട് എൻ്റെ ഒരു ഐപാഡ് മോഷണം പോയില്ലേ വിയറ്റ്നാമിൽ വെച്ചിട്ട്, അതിൻ്റെ കേബിളായിരുന്നു. അപ്പോൾ ആ സാധനം എൻ്റെ നിന്ന് പോവുകയും ചെയ്ത്. അങ്ങനെ ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങി. ഈ കാണുന്നത് ഇവിടെ എയർപോർട്ടിൻ്റെ റൺവേ ആണ്. കുഞ്ഞ് റൺവേ ആട്ടോ, എയർപോർട്ടിൻ്റെ ചെറിയ റൺവേ ആണ്. പിന്നെ നമ്മൾ വിമാനത്തിലിരുന്ന് കണ്ടില്ലേ, മൊത്തം മലയാണ്. അതായത് ഈ മലയുടെ ചുറ്റിനും ഉള്ള റോഡ് ഒരു റിംഗ് റോഡ് പോലെ ഇങ്ങനെ വരും. അതാണ് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. ആ മലയുടെ ചുറ്റിനും ഫുൾ ഇങ്ങനെ റിംഗ് റോഡ് പോലെ ഒരു രാജ്യം. അതാണ് ശരിക്കും ഈ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ ഇടതുവശത്ത് എന്തായാലും കടൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ കടൽ തീരത്തുകൂടെയാണ്
നമ്മൾ പോകാൻ പോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം എന്തായാലും എവിടെ നോക്കിയാലും കടലായിരിക്കും. ആ ഒരു കടൽ തീരത്ത് നടുവിലുള്ള ഒരു മലകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യം, അതായത് മലകളാൽ ഉള്ള ഒരു രാജ്യം, അതാണിത്. ഗുവാന ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ് നമുക്ക് അപ്പുറത്ത് കാണുന്നത്. ശരിക്കും അത് ഡ്രോൺ പറത്താൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല പൊളി ലുക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു. പക്ഷെ അതൊന്നും പറ്റില്ല. ഇവിടെ ഈ ഒരു എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് എനിക്ക് ഡ്രോൺ പറത്താൻ പറ്റുമെന്ന് കേട്ടോ. എന്ത് ഭംഗിയല്ലേ ആ ദ്വീപ് കാണാനായിട്ട്, ഐലൻഡ് കാണാനായിട്ട്, രക്ഷയില്ല കേട്ടോ. അത് ശരിക്കും ഒരു ബോട്ടിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ നമുക്ക് പ്രൈവറ്റ് ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റുള്ളൂ. അവിടെ അങ്ങനെ വലിയ ആൾത്താമസം ഒന്നും തോന്നുന്നില്ല, വലിയ റിസോർട്ടുകൾ അങ്ങനെയൊന്നും കാണുന്നില്ല. കാരണം ഐലൻഡ് മൊത്തം മലയാണ്. മലയുടെ മേളിൽ കുറച്ച് ഭാഗത്ത് 1-2-4-5 വീടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസമാട്ടെ കാണാനായിട്ട്. ഈ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിന് ഈ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറഞ്ഞ് പേര് കിട്ടാനായിട്ട് എന്താ കാരണം നിങ്ങൾക്ക് അറിയുമോ? ഞാൻ പറഞ്ഞുതരാം. പണ്ട് 1493 നമ്മുടെ മഹത് വ്യക്തിയായ ക്രിസ്റ്റഫർ കൊളംബസ് അദ്ദേഹം ഈ ഒരു യാത്ര നടത്തുന്ന സമയത്താണ് ഇവിടെയുള്ള പല ദ്വീപുകളും കണ്ടുപിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ യൂറോപ്യൻസ് ആദ്യമായി എത്തിപ്പെട്ടത് എന്ന്. കാരണം കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റില്ല, ലോകത്തിൻ്റെ മുമ്പിൽ യൂറോപ്യൻസ് ആദ്യമായി എത്തിപ്പെട്ടതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം അതിന് മുമ്പ് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. പണ്ട് കാലം മുതൽ തന്നെ ഇവിടെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള അരവാക്ക് വംശത്തിൽപ്പെട്ട ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ദ്വീപുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പല ദ്വീപുകളും. അപ്പോൾ അന്ന് നമ്മുടെ കൊളംബസ് 1493 ഇങ്ങനെ ഈ അമേരിക്ക ലക്ഷ്യമാക്കിയുള്ള, അല്ലെങ്കിൽ അമേരിക്ക ലക്ഷ്യമാക്കി എന്ന് പറയാൻ പറ്റില്ല, അമേരിക്കയിലേക്കുള്ള ആ ഒരു യാത്ര, അമേരിക്കയൊക്കെ കണ്ടുപിടിച്ചെന്ന് പറയുന്ന ആ ഒരു യാത്രയിൽ അദ്ദേഹം കണ്ടുപിടിച്ച അല്ലെങ്കിൽ അദ്ദേഹം കണ്ട പല ദ്വീപുകൾക്കും അദ്ദേഹം ഓരോ പേരുകൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ കണ്ട ഈ ഒരു ദ്വീപ് സമൂഹങ്ങൾക്ക്, അതായത് ഏകദേശം ഒരു 100ഓളം വരുന്ന ദ്വീപുകളുണ്ട്, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്, US വെർജിൻ ഐലൻഡ്സും. ഇതിനെല്ലാം കൂടെ അദ്ദേഹം കൊടുത്ത പേരെന്ന് പറയുന്നത് സെയിൻറ്റ് ഉഴ്സുല ആൻഡ് ദ 11,000 വെർജിൻസ് എന്ന് പറഞ്ഞൊരു പേരാണ്. അപ്പോൾ അത് പിന്നീട് മാറിയാണ് ശരിക്കും വെർജിൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞ ചുരുക്കപ്പേരിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. ശരിക്കും കൊളംബസ് ഇവിടെ വന്നു എന്നുണ്ടെങ്കിലും കൊളംബസ് ഇവിടെ കോളനി ആക്കിയില്ല. കാരണം ഇത് ചെറിയ കുഞ്ഞ് ഐലൻഡുകളില്ല, ഇതിലും വലിയ ഐലൻഡുകൾ ഇഷ്ടംപോലെ അപ്പുറത്ത് വേറെ കിടക്കുമ്പോഴത്തേക്കിനും അയാൾക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും അയാൾ കണ്ടില്ല. അതുകൊണ്ട് അയാൾ ഇവിടെ കോളനി ആക്കിയില്ല. പിന്നീട് സ്പാനിഷുകാരും പിന്നെ ഡച്ചുകാരും നെതർലൻഡ്സുകാരും അങ്ങനെ പല പല ആൾക്കാരും മാറി മാറി വന്നിട്ടാണ് ഇവിടെ കോളനി ആക്കിയത്. അവസാനമാണ് ബ്രിട്ടീഷ് ഇത് കോളനിയാക്കി മാറ്റുന്നത്. ഡച്ച് വെസ്റ്റ് ഇൻഡീസ് എന്നാണ് ബ്രിട്ടീഷ് വരുന്നതിന് മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്നത്. 1672 ബ്രിട്ടീഷ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഈ തണുപ്പുള്ള രാജ്യങ്ങൾ യൂറോപ്പുകാർക്കും ബ്രിട്ടൻകാർക്കും കാനഡക്കാർക്കും US എല്ലാം അവിടെ ഇവിടെയും വേറെ കുറേ ഇതേപോലെയുള്ള ഐലൻഡുകളുണ്ട്. 1960 ഇതൊരു സെപ്പറേറ്റ് കോളനിയാക്കി മാറ്റുകയും ചെയ്തു. ഇവിടെ ഏകദേശം ഒരു 80% വരുന്ന പോപ്പുലേഷനും ബ്ലാക്കാണ്. പിന്നീട് ബാക്കിയുള്ള ഹിസ്പാനിക്, വൈറ്റ്, മിക്സഡ്, ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2% ഇന്ത്യൻ പോപ്പുലേഷനും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരാണ്, എത്നിക് ഗ്രൂപ്പ്സിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇംഗ്ലീഷാണ് ഇവരുടെ പ്രധാന ഭാഷ എന്ന് പറയുന്നതും. US ഡോളറാണ് ഇവർ ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സ്ഥലമാണെന്നുണ്ടെങ്കിലും US ഡോളറാണ് ഇവർ ഉപയോഗിക്കുന്നത്. ടർക്സ് ആൻഡ് കൈക്കോസിലൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ള ടൊർട്ടോലയാണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ളതും വലുതുമായിട്ടുള്ള ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ വെർജിൻ ഗോഡ, അനഗഡ, ജോസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ 50ഓളം വരുന്ന ദ്വീപുകളും കേസും ഒക്കെ നിറഞ്ഞ ഒരു കുഞ്ഞി രാജ്യമാണ് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോഡ് ടൗൺ എന്ന് പറഞ്ഞ ഒരു നഗരമാണ്. ആ നഗരമാണ് നമ്മൾ വിമാനത്തിലിരുന്ന് നമ്മൾ ദൂരേന്ന് കണ്ടത്. റോഡ് ടൗൺ എന്നാണ് ഇവരുടെ ക്യാപിറ്റലിൻ്റെ പേര്. ഇവരുടെ പ്രധാന എക്കണോമി എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസം മാത്രമല്ല, ഇപ്പോൾ പുതിയതായിട്ട് ഫിനാൻഷ്യൽ സർവീസസ്, കുറച്ച് വേറെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഫിനാൻഷ്യൽ സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് ഷോർ കമ്പനി ലൈസൻസ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ക്രൈം റേറ്റ് വളരെ കുറവുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഹോമിസൈഡ്സോ കാര്യമായിട്ടുള്ള ക്രൈം റേറ്റോ ഒന്നും വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു രാജ്യമാണ്. ശരിക്കും ഇവർ പണ്ട് വെർജിൻ ഐലൻഡ്സ് എന്ന് യൂസ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞൊരു പേര് ഇവിടെ ചേർത്തത്. അത് ചേർക്കാൻ കാരണം എന്ന് പറയുന്നത് അമേരിക്ക ഇവരുടെ കയ്യിൽ നിന്നും കുറച്ച് സ്ഥലം വാങ്ങിച്ചിരുന്നു. 1917 അത് സംഭവിച്ചത്. അവർ $25 മില്യൺ ശരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാനിഷ് വെർജിൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു പ്രദേശം വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ US-ഉമായിട്ട് ഇവർക്ക് വലിയൊരു എക്കണോമിക് ലിങ്കേജ് ശരിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ വെർജിൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞ പേര് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക US വെർജിൻ ഐലൻഡ്സ് എന്നും ഇവർ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ ആദ്യം കൂട്ടിച്ചേർത്തു. ശരിക്കും ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ ദ്വീപിൻ്റെ ഈ കടലിടുക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള ഈ കുറച്ച് ദ്വീപുകളാണ്
സത്യം പറഞ്ഞ് ഇവിടെ ഉള്ള രാജ്യങ്ങളെല്ലാം നമ്മുടെ ലക്ഷദ്വീപ് പോലെ കവറത്തി, മറ്റേ മിനിക്കോയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഗത്തി എന്നൊക്കെ പറഞ്ഞ ഒരു ഐലൻഡില്ലേ, അങ്ങനെയുള്ള ഓരോ ഐലൻഡുകളാണ് ഇവിടുത്തെ പല രാജ്യങ്ങളും. അപ്പോൾ അത്തരത്തിൽ 1917 അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇവിടെ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന പേര് വരികയും അവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെർജിൻ ഐലൻഡ് എന്ന് പറഞ്ഞ പേര് വരികയും ചെയ്തത്. വെർജിൻ ഐലൻഡ്സിലേക്ക് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ പോകുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഈ ഭയങ്കര എക്സ്പെൻസീവാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യമായിട്ട് അധികം അങ്ങോട്ട് പോകാതെ മാക്സിമം കൺട്രീസ് മാത്രം എക്സ്പ്ലോർ ചെയ്തിപ്പോൾ അങ്ങനെ പോകുന്നത്. പണ്ട് 100 BC മുതൽ 200 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള അരവാക്ക് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ശരിക്കും ഇവിടെ ആദ്യമായിട്ട് വന്നത്. അമേരിക്കൻ പ്രസൻസും 1500 BC കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏകദേശം 15th സെഞ്ചുറി വരെ ഇവിടെ അരവാക്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ യൂറോപ്യൻ ലെജൻഡായ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ സർക്കാസ്റ്റിക്കലി പറയുന്നതാണ് കേട്ടോ, കാരണം ചിലപ്പോൾ ചിലർക്കത് അയാൾ മഹത് വ്യക്തിയായിരിക്കാം. പക്ഷേ ഇവിടെ എല്ലാം യാത്ര ചെയ്ത് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കിനും എനിക്ക് പലർക്കും ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഒരു പുച്ഛഭാവവും അല്ലെങ്കിൽ ഒരു ദേഷ്യഭാവവും ഒക്കെയാണ് പലർക്കും തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലേക്കുള്ള സെക്കൻഡ് വോയേജിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദ്വീപിന് അദ്ദേഹം ഇങ്ങനെയുള്ള പേര് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് സ്പാനിഷ് എംപയർ ഒരു 16th സെഞ്ചുറി ആയപ്പോഴത്തേക്കിനും ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും അവരൊക്കെ വന്ന് പലരും മാറി ഭരിച്ചു. ശരിക്കും പൈറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ ഡാനിഷ് ആൾക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടുത്തെ നിയർ ബൈ ഐലൻഡുകളായിട്ടുള്ള സെയിൻറ്റ് നിറ്റ്, സെയിൻറ്റ് തോമസ്, സെയിൻറ്റ് കിറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്യങ്ങളിലേക്കുള്ള കൺട്രോളും ഇവർ എടുത്തു. കാരണം ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പല രാജ്യങ്ങളും തപ്പിയെടുക്കുക എന്നൊക്കെ ഉള്ളതാണല്ലോ പലരുടെയും പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ പല രാജ്യങ്ങളും തപ്പിയെടുത്ത് അങ്ങനെ കയ്യേറി സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ എല്ലാം കൊല വിളിച്ചാണ് ഇവിടെ ഇപ്പം ഇത്തരത്തിലൊരു പരിവാക്കി മാറ്റിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? പേര് പറയുമ്പോൾ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന സൗത്ത് അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരെ ഇവർ വന്ന് പല രീതിയിൽ ഉപദ്രവിച്ച് അങ്ങനെയൊക്കെയാണ്. അത് വലിയ ചരിത്രമാണ് കേസ്, നിങ്ങളത് വായിച്ചു നോക്കണം. ഞാൻ നിങ്ങളെ സ്ഥലം കാണിച്ചു തരട്ടെ. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചിങ്ങോട്ട് മാറി ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു ഷോ ദ പ്ലേസ്. Look at that! Look at that! എൻ്റെ അമ്മോ, ആ ഭാഗത്ത് അവിടെ എവിടെയായിരുന്നു എയർപോർട്ട്. ഇത് വിജനമാണ് ഈ സ്ഥലം. ഇത് അതിവിജനമായിട്ടുള്ള ഒരു രാജ്യം. ഒയ്യോ, ഇത് രക്ഷയില്ല, പൊളി. ഗൈസ്, ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല. ഇത് എയർപോർട്ടിന് അടുത്ത് തന്നെയാണ്, ഓതറൈസേഷൻ സോണാണ്. സോ വി കനോട്ട് ഫ്ലൈ ഡ്രോൺ ഹിയർ. അത് മിസ്സാവും ഗൈസ്. പക്ഷേ അത് കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ. ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് വണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കുന്ന സ്ഥലമുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊക്കെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കുന്നത് അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർ കംപ്ലീറ്റ് ട്രേഡിങ് അമേരിക്ക ആയിട്ടല്ലേ, അമേരിക്ക ബാക്കിയുള്ള സ്ഥലങ്ങളല്ല. അപ്പോൾ ഇവിടുത്തെ വണ്ടികളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വരുന്നത് അമേരിക്കനാണല്ലോ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സംഭവം. ഭയങ്കര ഇത് ഓടിക്കുമ്പോൾ ഇത് എത്രത്തോളം ഇതാവുമെന്ന് മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തമാണ് കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ. നമ്മൾ ബഹാമസ് പോയപ്പോഴത്തേക്കിനും അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ ശരിക്കും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കുന്നത്. പക്ഷെ അതും അമേരിക്കയുടെ അടുത്താണല്ലോ. എന്താ എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണ് കേസ്. ഓരോ ദിവസവും ഓരോ രാജ്യം, ഓരോ അനുഭവം. അവിടെ തിരയടിച്ച് മാറുന്ന കണ്ടോ? അവിടെ ഇങ്ങനെ തിരയടിച്ച് മാറുന്ന കണ്ടോ? നോക്കി, അതായത് ഇവിടെ നിന്ന് കടലിന് നടുവിൽ അങ്ങോട്ടേക്ക് തിരയടിക്കുന്നു. അത് ശരിക്കും ഒരു ഐലൻഡാണ്. ഐലൻഡ് അതാ കാണുന്നത്. ആ ഐലൻഡിലാണ് എയർപോർട്ട് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരു ഡ്രോൺ പറത്താൻ പറ്റായിരുന്നത്. ആ എയർപോർട്ടുള്ള ഐലൻഡ് കണക്റ്റഡാണ് പാലം വഴി. അപ്പോൾ ആ ഐലൻഡിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരയടിച്ച് മാറുന്നൊരു കാഴ്ച ഉണ്ടോ? അങ്ങ് ദൂരെ വേറൊരു ഐലൻഡ് കണ്ടില്ലേ? അതും ഈ പറഞ്ഞ പോലെ ഇവരുടെ ഭാഗമായിട്ടുള്ള വെർജിൻ ഐലൻഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഐലൻഡാണ്. ആക്ച്വലി അവിടെ കടലിന് നടുവിൽ ആ തിരയടിക്കുന്ന പ്രതിഭാസം നല്ല രസമാണല്ലേ? കണ്ടോ? ഇത് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് തിരയടിച്ചിങ്ങനെ കയറുക. അതിൻ്റെ സൗണ്ട് വരെ എനിക്കിവിടെ കേൾക്കാം. കണ്ടോ? എന്ത് രസമല്ലേ കാണാനായിട്ടത്? അവിടെ മാത്രമാണ് തിരയടിക്കുന്നത്, തീരത്തല്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. അതാണ് ബീഫ് ഐലൻഡ്. അവിടെയായിരുന്നു നമ്മുടെ എയർപോർട്ട്. ബീഫ് ഐലൻഡ് എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര് തന്നെ, ബീഫ് ഐലൻഡ് എയർപോർട്ട്. ആ വീട് കണ്ടോ? നോക്കിയേ, നല്ല അടിപൊളിയൊരു വീടല്ലേ അത്. അതെവിടെ ഇരിക്കുന്നത് അറിയാമോ? എൻ്റെ ദൈവമേ, ആ മലയുടെ മേളിൽ ആ വീട് ഇരിക്കുന്നത്. അപ്പോൾ അതിരി ലുക്കായിരിക്കും അയക്കാം അവിടെ അല്ലേ?
ഗൈസ്, ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണ്. നിങ്ങൾക്ക് അറിയുമോ അത്? ബ്രിട്ടീഷ് സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം ജീവിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് സിറ്റിസൺസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവർ യു കെയിലുള്ളവർ മാത്രമല്ല, യു കെയുടെ കോളനികളിലും ടെറിട്ടറീസിലും എല്ലാം ഉള്ള ആൾക്കാർ ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണ് ആക്ച്വലി അവർ. ഞാനിവിടുത്തെ ഒരു ഫൈൻ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് കരീബിയൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോകും. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിശക്കുന്നത് എന്തെങ്കിലും വാങ്ങിക്കണം, ഇച്ചിരി വെള്ളം വാങ്ങണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കേസ് കണക്കിന് വാങ്ങുന്നതാണ് ആക്ച്വലി ലാഭം. പക്ഷെ നമുക്ക് കേസ് കണക്കിന് വാങ്ങിച്ചിട്ട് എന്നാ ചെയ്യാനാ? ഇവിടെ വെള്ളത്തെക്കാട്ടി ലാഭം ബിയറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഹായ്, ഇസ് ദിസ് ചിക്കൻ? Supposed to it's thrown in. That's what they normally put in it. What? Chicken is what then. Yeah, chicken, right? Okay. Thank you. അവിടെ ചിക്കനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു ചിക്കൻ നൂഡിൽസ് ഒരെണ്ണം വാങ്ങിച്ച്. ഇത് കണ്ട ചിക്കൻ നൂഡിൽസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിന് $11. പിന്നെ വെള്ളത്തിന് എനിക്ക് തോന്നുന്നു ഒരു കുപ്പിക്ക് $1 ആണെന്ന് തോന്നുന്നു. നമുക്ക് നല്ല ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി അവിടെ പോയിരുന്ന് ഫുഡ് അടിക്കാം. നല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, പിന്നെ മൊത്തം ഹമ്പാണ്. എവിടെ നോക്കിയാലും ഹമ്പാണ്. ഓരോ 100 മീറ്ററിലും ഹമ്പ് ഇങ്ങനെ വെച്ചിരിക്കുക. എന്തിനടിക്ക് എത്ര ഹമ്പ് വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടുത്തെ ആൾക്കാർ റഫ് ഡ്രൈവിംഗ് ആയിരിക്കും. കച്ചർ റോഡെന്ന് പറഞ്ഞാൽ കച്ചർ റോഡ്. ഇവിടെ മൊത്തം ഒന്നാമത് ഒരു റോഡ് പണിതുകൊണ്ടിരിക്കുക ചില സ്ഥലത്തൊക്കെ. പിന്നെ ഫുള്ള് ചാട്ടം ഇതുപോലെ, അതായത് ചാടി പോകണം. ഇത് ഹമ്പും ചാട്ടവും ഒക്കെ ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വൃത്തികളാക്കി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് പണി അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അതോ ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഭയങ്കര മോശം റോഡാണ്. എൻ്റെ അമ്മ റോഡൊക്കെ നോക്കിയാടെ എങ്ങനെ എൻ്റെ പൊന്നു ഇത്ര കുത്തനെയായിട്ട് റോഡൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ഓ അതായത് കുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് കുത്തനെ ഇറക്കത്തിലുള്ള റോഡൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയ്ക്ക് സ്റ്റീപ്പായിട്ടാണ് കടൽ തീരത്തൂടെ റോഡ് പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഇത് ഹോം ഡിപ്പോ ആണ്. അതായത് വീട്ടു സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സിമൻ്റ് കമ്പി മുതൽ പ്ലംബിങ് ഐറ്റംസ്, സാനിറ്ററി ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഒരു കടയാണത്. അപ്പോൾ ആ കടയുടെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. നല്ല ബീച്ച് വ്യൂ, ബീച്ചല്ല കടൽ വ്യൂ ആസ്വദിച്ചുകൊണ്ട് വി ക്യാൻ സിറ്റ് ആൻഡ് ഹാവ് അവർ ഫുഡ് ഫ്രം യുവർ. ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. $10 കൊടുത്ത് വാങ്ങിച്ചതാണ് ഗൈസ്. വാവ്, അടിപൊളി. ഇത് നമ്മൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. മനോഹരമായ കടലിൻ്റെ സമീപത്തിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേസ്റ്റ് എടുത്ത് കളയണം. എന്നിട്ട് നമുക്കിനി പോകണം. ശരിക്കും എൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ഐലൻഡിൻ്റെ മറ്റൊരറ്റത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഐലൻഡിൻ്റെ മറ്റൊരറ്റം വരെ നമ്മൾ ഇന്ന് പോവും. നാളെ തിരിച്ച് വേറെ സൈഡിൽ കൂടെ വി വിൽ കം ബാക്ക്. അതാണ് പരിപാടി. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടുത്തെ കാർ ഷോറൂം കണ്ടോ? കിയ, മസ്ദ, ജീപ്പ്, സുസുക്കി, പിന്നെ ഇൻ്റർനാഷണൽ മോട്ടോഴ്സ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്രയും വാഹനങ്ങൾ, നിസാൻ അടക്കം എല്ലാ വാഹനങ്ങളും വിൽക്കുന്നത്. അതായത് എല്ലാ വാഹനങ്ങൾക്കുള്ള ഒരു എന്തേലും പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ, വാഹനങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്. കാരണം ഇവിടെ അതിന് മാത്രമുള്ള വാഹനങ്ങളും അതിന് മാത്രമുള്ള ആൾക്കാരല്ലേ ഉള്ളൂ. സോ അങ്ങനത്തെയാണ് സെറ്റപ്പ്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവരുടെ റോഡ് ടൗൺ എന്ന് പറയുന്ന, അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. അതായത് ഈ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ആകെയുള്ള ഒരു പ്ലെയിൻ ലാൻഡ് ആകെ, അതായത് മലയിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന ആകെയുള്ള ഒരു പ്ലെയിൻ ലാൻഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണ്. അതാണ് ഇവിടെ ഇത്രയും വലിയൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്, ആ രാജ്യ തലസ്ഥാനത്ത് നഗരമാണ് ഈ കാണുന്നത്. ഇവിടെ താഴെ നമുക്ക് ഇവരുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പോലെ തന്നെയുള്ള ഇവരുടെ ഗവൺമെൻറ് ഓഫീസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കുറേ ചെറിയ കെട്ടിടങ്ങളും പിന്നെ ചുറ്റിനും ബോട്ടുകളും യാട്ടുകളും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സെറ്റപ്പ്. പിന്നെ ഒരു സ്റ്റേഡിയം കാണാം, ഒരു ചെറിയൊരു സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. യെസ്, അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ രാജ്യ തലസ്ഥാനം അല്ലേ? എന്താ അല്ലേ സംഭവം. പിന്നെ ഇവിടെ തന്നെ ഇവർക്കൊരു ഫെറി ടെർമിനലുണ്ട്. ഈ ഫെറി ടെർമിനലിൽ നിന്നാണ് ഇവരുടെ മറ്റ് ഐലൻഡുകളിലേക്കും അതേപോലെ തന്നെ US വെർജിൻ ഐലൻഡ്സിലേക്കുമുള്ള ഫെറി എന്ന് പറയുമ്പോഴത്തേക്കിനും ചരക്ക് കൊണ്ടുപോകുന്നതും ബാക്കിയുള്ള പാസഞ്ചർ ഫെറി പോകുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഈ യാട്ട് ടൂറിസം ഇവിടെ ഭയങ്കര പോപ്പുലറാണ്. ഈ കരീബിയൻ രാജ്യങ്ങളിലെല്ലാം യാട്ട് ടൂറിസം ഭയങ്കര പോപ്പുലറാണ്. അതായത് അമേരിക്കയിലൊക്കെയുള്ള സമ്പന്നരായിട്ടുള്ള മനുഷ്യർക്ക് യാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ യാട്ടുകൾ ആയിട്ട് ഇവരിങ്ങനെ മാസങ്ങളോളം ട്രാവൽ ചെയ്യുന്നവരുണ്ടാവും. പിന്നെ ഒരു അവധി ദിവസങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നവരുണ്ടാവും. ഈ യാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാം.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുവന്ന് യോട്ട് പാർക്ക് ചെയ്തിട്ട് അവർ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിലോ അവരുടെ സപ്ലൈസ് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ മാത്രമായിരിക്കും അവർ കരയ്ക്കടുപ്പിച്ച് യോട്ട് പാർക്ക് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ കടലിൽ തന്നെയൊക്കെ ആയിരിക്കും യോട്ടുകൾ നിർത്തിയിടുന്നത്. കാരണം കരയ്ക്കടുപ്പിച്ച് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്നതിനുള്ള പേയ്മെൻറ്റും ഡോക്ക് ചെയ്യുന്നതിനുള്ള സംഭവങ്ങളും ചാർജസും അങ്ങനെയുള്ള പോർട്ട് ക്ലിയറൻസ് ഫീ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വാൻ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ യോട്ട് ലൈഫ് ഭയങ്കരമായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കരീബിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഇവരുടെ ഗവൺമെൻറ് ഹൗസ് എന്ന് പറയുന്നത്. ബീച്ച് സൈഡിൽ ഒരു റിസോർട്ട് പോലെ നിൽക്കുന്ന ഇവരുടെ ഗവൺമെൻറ് ഹൗസ് ബിൽഡിംഗ് ആണ് കാണുന്നത്. പിന്നെ കുറേ ഹോട്ടലുകളും റിസോർട്ടുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് ഈ ഒരു നഗരത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എയർബിഎൻബികളാണ് ലാഭം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സിറ്റിയിൽ നിന്ന് കുറേ മാറിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേറ്റ് ഒക്കെ കുറച്ച് കിട്ടും. അന്നേരം പോകുമ്പോഴത്തേക്കിനും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് കുറച്ച് ദൂരെ മാറിയുള്ളൊരു സ്ഥലത്താണ്. ഞാനിവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയയിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് സിറ്റി സെൻറ്റർ ഒന്ന് കറങ്ങണ്ടേ? കോഴി എല്ലായിടത്തും ഉണ്ടല്ലോ, ഒരു ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള കോഴി. കുറേ കോഴിയുണ്ട് കേട്ടോ. റോഡിലൊക്കെ ഇഷ്ടംപോലെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു ഗുമ്മില്ലാത്ത സംഭവങ്ങളൊക്കെയാണ്. മനസ്സിലായില്ലേ? എന്നെ കണ്ടപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഹായ്, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ കം ബാക്ക്. യാ, താങ്ക് യു. അതായത് എന്താ പറയുക, മൊത്തത്തിലൊരു ഇതില്ല, മനസ്സിലായില്ലേ? ഓ, അവക്കാടോ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ ഐലൻഡിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അവക്കാടോ, പിന്നെ വാഴയുണ്ട്, പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കരിമ്പ്. ബ്രിട്ടീഷുകാർ ഈ ആഫ്രിക്കയിൽ നിന്നും സ്ലേവ്സിനെ ഇവിടെ കൊണ്ടുവന്ന് കരിമ്പ് കൃഷി ചെയ്യിപ്പിച്ച് തുടങ്ങുന്ന രീതിയായിരുന്നു പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ കരിമ്പും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ കാണുന്ന ഒരു ബാംബൂഷ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്പൺ ബാറാണ് കാണുന്നത്. അതിലേക്ക് ഒരു ഓപ്പൺ ബാറാണ്. പിന്നെ ഈ ഭാഗത്ത് ഇതുപോലുള്ള കുറച്ച് സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒരു സുവനീർ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, 80, 90, 93. Do you have a different one? Will it go? I'm not sure. Thank you. Thank you. ഒറിജിനൽ ആണോ? ഇതിൽ വി പീപ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടോ അമേരിക്കൻ നോട്ടിൽ? ഞാൻ അതോടെ എങ്ങനെ കാണുന്നത്. ഇവിടെയും ഡോളറാണ് ഇവർ മെയിനായിട്ടല്ല, ഇവരുടെ മെയിൻ കറൻസി എന്ന് പറയുന്നത് ഡോളറാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ട്, കുറച്ച് സുവനീറും ടീഷർട്ടും അതൊക്കെ. അതല്ലാതെ വേറെ സംഭവങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നടന്ന് നോക്കട്ടെ, എന്നാലേ മനസ്സിലാവുള്ളൂ എന്താ പരിപാടി എന്നുള്ളത്. വണ്ടികളൊക്കെ കണ്ടില്ലേ? എനിക്ക് ഫോറസ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണത്. പിന്നെ ഇത് കണ്ടോ, പഴയ ഒരു വാൻ കിടക്കുന്നു. ഭയങ്കര ചൂടാന്ന് വെച്ചാൽ, ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമ്മൾ കരിഞ്ഞു പോവും, അതുപോലത്തെ ചൂടാണ് എല്ലായിടത്തും. ഇതെന്താ സംഭവം? ഇത് ഈ പറഞ്ഞാൽ എന്തൊക്കെയാണ്, കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കാണുന്നില്ല. ഇതെന്താ ലാറ്റിറ്റ്യൂഡ് 18 തുണിക്ക് ക്ലോത്തിങ് ആക്സസറീസ് ഫോർ ഐലൻഡ് ലൈഫ്. കടൽ ഭയങ്കര എക്സ്പെൻസീവ് ആയി. ഞാൻ ചുമ്മാ കടയിൽ നിന്ന് കയറി നോക്കിയതാണ്. ഭയങ്കര വിലയാണ്. ഞാൻ ഈ തൊപ്പി വെച്ച് തുടങ്ങിയപ്പോഴാണ് ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതുണ്ടാവും എല്ലായിടത്തും പോയാലും, ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിൻ്റെ പേരുള്ള തൊപ്പി ഉണ്ടാവും. എനിക്കിതിൻ്റെ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇനി പുതിയ കളക്ഷൻ തുടങ്ങാൻ വയ്യ. എല്ലാത്തിനും ഒരു $25-30 റേഞ്ച് ഉണ്ട്. എല്ലാം ഇതുണ്ടല്ലേ, ടൊർട്ടോള, വെർജിൻ ഐലൻഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് തൊപ്പികൾ കിട്ടുന്നുണ്ടോ. ഞാൻ ഇവിടെ ഒരു മലയുടെ മേളിലേക്ക് പോകാനുള്ള ഒരു വഴി കണ്ടി, അങ്ങോട്ട് പോകണം. കാരണം മലയുടെ മേളിൽ പോയിട്ട് നമുക്കൊരു ഡ്രോൺ പറത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ സാധാരണ വീടുകളും പള്ളിയൊക്കെയാണ് ഈ കാണുന്നത്. പള്ളിയൊക്കെ പെയിൻ്റൊക്കെ പോയി ശോഷിച്ച അവസ്ഥയിലിരിക്കുന്ന പള്ളിയാണ്. ഇത് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കിനും പലതും ഒരു ദാരിദ്ര്യ ഫീലൊക്കെയാണ്. അത് സാധാരണ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. വീടുകളൊക്കെ കണ്ടില്ലേ ഇവിടെ, വീടുകളും ക്വാർട്ടേഴ്സുകളും അങ്ങനെയുള്ള എന്തൊക്കെയോ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഇടുങ്ങിയ വഴി കൂടെ, കോൺക്രീറ്റ് റോഡാണ് എല്ലായിടത്തും, മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് റോഡിലൂടെ മൊത്തം ഗട്ടറും കുഴിയും ചാട്ടവും ഹമ്പും ഒക്കെ ആയിട്ട് നല്ല ബെസ്റ്റ് റോഡാണ്. അയ്യോ, വണ്ടി കയറുന്നില്ല ഗൈസ്, വണ്ടി കയറുന്നില്ല. നല്ല വ്യൂ ഇട്ടും ഇങ്ങോട്ട് ഇവിടെ നിന്ന് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ കയറി പോകുമ്പോൾ തന്നെ എനിക്ക് താഴേക്ക് കാണുമ്പോൾ നല്ല രസമാണ്. ഇവിടെ എന്ത് കാണുന്നുണ്ടോ? ഇല്ല, മേടിച്ച് നിന്നിട്ട് ഡ്രോൺ പുറത്ത് കാണിച്ചു തരാം, ഇല്ലേ മനസ്സിലാവില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഒരു മലയുടെ മേളിൽ കയറിയപ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കിയേ, എന്ത് ഭംഗിയാണ്. ഇത് നമ്മളിപ്പോൾ വന്ന ഭാഗമല്ല, ഇത് മനസ്സിലായോ? ഇത് നമ്മുടെ ഐലൻഡിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. അതായത് ഓപ്പോസിറ്റ് സൈഡാണ് കാണുന്നത്, കണ്ടോ? അതായത് ഈ ഒരു രാജ്യം മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, കണ്ടില്ലേ? ഇനിയും ഉണ്ട് മല ഞാൻ മൊത്തം കയറിയിട്ടില്ല. ആ മലയുടെ പകുതി എത്തിയതേ ഉള്ളൂ. മലയുടെ ഇവിടെ
ഇതൊക്കെ വീടുകൾ കണ്ടില്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ റോഡ് ടൗൺ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പോയ നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ സിറ്റി. ആ ഒരു ക്യാപിറ്റൽ സിറ്റിയും അതിൻ്റെ പരിസര ഭാഗങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളൊരു വീട് കണ്ടോ ഗൈസ്? എന്ത് ഭംഗിയാന്നൊക്കെ ആ വീട് കാണാൻ. ശരിക്കും ആ വീടിൻ്റെ 2 ഭാഗവും സീ വ്യൂ ആണ്, മനസ്സിലായില്ലേ? പൂൾ ആക്ച്വലി ഇൻഫിനിറ്റി പൂള് പോലെ തന്നെ സീ വ്യൂ ആണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗവും സീ വ്യൂ ആണ്, കണ്ടില്ലേ? അതാണ് ആ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മലയുടെ ഒരു സൈഡിൽ നമ്മുടെ റോഡ് ടൗൺ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റി തിരക്കുവാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിവിജനമായി കിടക്കുന്ന ഒരു ബീച്ച് കണ്ടോ നോക്കി? എന്താല്ലേ, ആ മലയുടെ താഴ്വാരത്തായിട്ടൊരു കിടിലം ബീച്ചുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ റോഡൊക്കെ ഉണ്ട് കേട്ടോ, വഴിയൊക്കെ ഉണ്ട്. അവിടെ ആരെയും കാണുന്നില്ല. ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ആ ഒരു വഴിയും സെറ്റപ്പും ഒക്കെ ആയിട്ട് എന്ത് രസമല്ലേ കാണാനായിട്ട്. ആ ഒരു പച്ച കളറും ആ ഒരു നീല കളറും ഒക്കെ ആയിട്ട്, സാൻഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി, നല്ല കിഡിലൻ വൈറ്റ് സാൻഡ് ബീച്ച്, ഭയങ്കര ഡെൻസ് ഫോറസ്റ്റ് പോലെ നിൽക്കുന്നൊരു സ്ഥലം. എന്ത് രസമല്ലേ. എനിക്ക് ഈ കരീബിയൻ ദ്വീപുകളുടെ ഭംഗി കണ്ടിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ മലയുടെ മേളിൽ നിന്നുള്ള കാഴ്ച? അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. നട്ടുച്ച വെയിലത്താണ്, ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ ഇനി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് അടിപൊളിയാണ്. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ നിന്നുള്ള ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും. എന്തായാലും ആ വീഡിയോ നമുക്ക് നാളെ കാണാം. നിങ്ങൾ അമേരിക്കയിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് വരുമ്പോഴത്തേക്കിനും ഇവിടെയും അതേപോലെ തന്നെ US വെർജിൻ ഐലൻഡ്സും രണ്ടും കൂടെ കണക്ട് ചെയ്ത് പോവുക. സെന്റ് തോമസ് എന്ന ആ സ്ഥലത്തിന്റെ പേര്, US-ന്റെ. സെന്റ് തോമസിലേക്ക് ഇവിടെ നിന്ന് ബോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ബോട്ടൊക്കെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കുക, ഇങ്ങനെ കറങ്ങുക, പിന്നെ ഏതെങ്കിലും റിസോർട്ടിലോ അല്ലെങ്കിൽ ബീച്ചിന്റെ സൈഡിലുള്ള ഏതെങ്കിലും അക്കോമഡേഷനിൽ താമസിക്കുക, ബീച്ച് ആസ്വദിക്കുക. അതാണ് സംഭവം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചൂടത്തിങ്ങനെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓരോ രാജ്യങ്ങളുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ കം ടു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്. ഓക്കെ, അപ്പോൾ വെർജിൻ ഐലൻഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ബൈ.